തേജക എന്റെ ദൈവമേ, സക്കീർ സാറ് വീണ്ടും കല്യാണം കഴിച്ച, അതും ഒറ്റയടിക്ക് 1, 2, 3, 4 കൂടി. പാവം ഫാത്തിമ ചേച്ചി. സാറേ, അയ്യോ മതി. മതിയാക്കിയോ? ഇവരാരും ഒന്നും കഴിച്ചില്ലല്ലോ. ഞാനേ അപ്പുറത്ത് പോയി ആ വിശ്വാമിത്രനെ ഒന്ന് കണ്ടിട്ട് വരാം. ആരെ? ഈശ്വർ സാറിനെ. എന്തിനാ? ജസ്റ്റ് ഒരു ഹലോ പറയാൻ. ഇവിടെ വരെ വന്നതല്ലേ. വേണ്ട ശ്രദ്ധ, ഈശ്വർ സാറിന് ഇഷ്ടമില്ല കേട്ടോ. അങ്ങേര് നല്ല മനുഷ്യനാ. നിങ്ങളൊക്കെ കൂടെ പറഞ്ഞ് പെരുപ്പിച്ച് അങ്ങേര് ഒരു പേടി സ്വപ്നമാക്കി മാറ്റി. Am I right, sir? Correct. You are absolutely correct. ശ്രദ്ധ ധൈര്യമായിട്ട് പോ. ചെന്നാട്ടെ. Okay, sir. വെറുതെ എന്തിനാ? പോയിട്ട് വരട്ടെന്ന്. വിശ്വാമിത്രന്റെ മനസ്സ് മാറ്റൊന്ന് ശബ്ദം ചെയ്തിരിക്കല്ലേ. ഇപ്പൊ കാണാം പൂരം. Good morning, sir. ശ്രദ്ധ call. Good morning. എന്താ? സക്കീർ സാറിന്റെ വീട്ടില് പെരുന്നാളിന് ലഞ്ച്. ഞാൻ ഒറ്റയ്ക്കല്ലേ സർ, ഇവിടെ ഫ്രണ്ട്സും ഉണ്ട്. ഇവിടെ എന്തിനു വന്നെന്നാ ചോദിച്ചു? ഇവിടെ വന്നത് സാറിനെ കണ്ട് ജസ്റ്റ് ഹലോ പറയാനാ. ലുക്ക്, ഒരു സീനിയർ ഓഫീസറെ അയാളുടെ കോട്ടേഴ്സിൽ വന്ന് കണ്ട് വിഷയേണ്ട കാര്യമില്ല. കാണേണ്ട സ്ഥലത്ത് വെച്ച് കണ്ട് വിഷയം ചെയ്താൽ മതി. Got it? ചമ്മണ്ട ഇനി പോരെ. എന്തിനാ അവിടെ ഒളിച്ചു നിൽക്കുന്നത്? ഇനി വെളിച്ചത്തോട്ട് വാ. വെറുതെ വടി കൊടുത്ത് അടി മേടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? പക്ഷെ അവസാനം ജയിക്കാൻ പോകുന്നത് ഈ ശ്രദ്ധ തന്നെയാ. ഞാൻ റോബർട്ട് ബ്രൂസിന്റെ വംശത്തിൽപ്പെട്ടവളാ. തോക്കുംതോറും വാശി കൂടും. പിന്നെ ആരും ചിരിക്കണ്ട. സാർ നോക്കിക്കോ, ട്രെയിനിങ് കഴിഞ്ഞ് ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഈശ്വർ സാറിന് സ്ത്രീകളെ കുറിച്ചുള്ള അഭിപ്രായം ഞാൻ മാറ്റിയെടുക്കും. യു വാണ്ട് ബെറ്റ്? ബെറ്റ്? വെറുതെ എന്തിനാ ബെറ്റ് വെക്കുന്നത് അല്ലേ? मुझे गाँव जाना है, मुझे माँ से मिलना है, मुझे माँ से मिलना है. छोड़ दो मुझे, मैं झगड़ा नहीं कर चाहता हूँ. छोड़ दो मुझे, छोड़ दो. मुझे माँ से मिलना है, मुझे गाँव जाना है. अरे बच के जाके हिंदुस्तानी सुअरों से मिलना है क्या? नहीं सदर, मुझे माँ से मिलना है, मुझे पढ़ना है. नहीं चाहिए बंदूक और झगड़ा. बस हो गया. हिंदुस्तान मेरा देश है. अरे साले क्या बोला? तुम्हारा देश ये हिंदुस्तान? और एक बार ऐसा बोलेगा तो जान से मार दूंगा साले. आइंदा किसी ने बचने की कोशिश की तो लाश मिलेगा, समझे? जी सरदार. जाओ बंदूक प्रैक्टिस करो. सरदार, कराची से हमारे दोस्त मुल्तान आए हैं. अच्छा, मिलने के लिए मैसेज दिया. ये है रेड अलर्ट. इस फ्लाइट की ताकत, इसमें लगे हथियार, उनके बारे में कुछ खबर नहीं है. सब टॉप सीक्रेट है. हमारे इंटेलिजेंस ने इसका रिपोर्ट दिया है. ये है ईश्वर, इसी ने इस प्रोजेक्ट का डिजाइन किया है. रेड अलर्ट के बारे में सही जानकारी देने के काबिल भारत में सिर्फ यही एक आदमी है. मुझे ये आदमी चाहिए, क्या तो ये प्रोजेक्ट. तुम्हें जो कुछ भी चाहिए, बंदूक, बॉम्ब, पैसा, जो भी हो, डोंट वरी अबाउट इट, बट आई वांट हिम, समझे? जी. सलीम. जी मुल्तान. ये मेरा दोस्त है सलीम. आदाब. आदाब. गोरिल्ला टैक्टिक्स एंड ट्रांसमिशन डिकोडिंग में एडवांस ट्रेनिंग लिया है. इनको कई भाषाएं भी मालूम है. इस मिशन के लिए
ये तुम्हारी मदद करेंगे। जी अच्छा। अच्छा। Hope now you are clear why the ordinary fuel is not used to burn the combustion chamber. Any doubts? No, sir. Anybody? Sir, Yes? sir, I have a different sort of doubt. Come on, tell me. എനിക്ക് മാത്രമല്ല മറ്റു പല കാഡറ്റ്സിനും ഉണ്ട്. Yes, what is that? സർ, ഈ ഹാങ്ങർ നമ്പർ 5 യഥാർത്ഥത്തിൽ ഗോഡൌൺ തന്നെയാണോ അതോ? Class dismissed. You stay back. ഈശ്വരന്റെ അനുഗ്രഹം നമുക്ക് വേണ്ടല്ലോ. വരട്ടെ, വല്ല കാര്യമുണ്ട്. വടികൂടെ തടിമടിച്ചിട്ട് സാധനം മുഴുവൻ മേടിച്ചോ, ഷെയർ ചെയ്യാൻ വേണ്ടേ? So, you want to know what is in hanger number 5, is it? അറിയണം അല്ലേ? സ്മാർട്ട്നെസ് ആകാം, but don't try to play over smart. നിനക്ക് ബുദ്ധി കൊണ്ട് കാണാനും തിരക്കേടില്ല, അത് രണ്ടുകൊണ്ടെന്നുള്ള അഹങ്കാരമുണ്ട്. അതിൻ്റെതാണ് ഈ ഓവർ സ്മാർട്ട്നെസ്. ഒരു കേഡറ്റ് അറിയേണ്ട കാര്യങ്ങളെ കുറിച്ചുള്ള ഡൗട്ട്സ് മാത്രം മതി. കേഡറ്റ്സിന് ഫിസിക്കൽ ഫിറ്റ്നസ് മാത്രം പോരാ, നിയന്ത്രണം വേണം, മനസ്സിനും നാവിനും. മനസ്സിലായോ? സർ, ദിസ് ഈസ് മൈ ഫസ്റ്റ് ആൻഡ് ഫൈനൽ വാർണിംഗ്. സർ. Shraddha! What are you doing there? Sir, ഇതിനകത്തൊരു stranger. I saw him. I have already warned you. Sir, ഞാൻ സത്യമായിട്ടും പറയാണ്. സാറിന് എന്നെ വിശ്വാസമില്ലെങ്കിൽ ഇതിനകത്ത് കയറി നോക്കാം. Come here.
I will not tolerate indiscipline. നോ സർ, ഞാൻ ഈ ഹാങ്ങറിൽ എന്താണെന്ന് അന്വേഷിച്ചു വന്നതല്ല സർ. Shut up. Punishment തന്നാലേ നീ പഠിക്കൂ. 100 rounds in the hot sun, tarmac. സർ. Listen, the finished report is accordingly, Swami. He'll be washing. ശ്രദ്ധ, ശ്രദ്ധ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തിന് പോയത്? ആ ഹാങ്ങറിനെ കുറിച്ച് ചോദിച്ചപ്പോ വാണിംഗ് കിട്ടിയതല്ലേ, പിന്നെന്തിനാ വീണ്ടും? സ്ട്രേഞ്ചറിനെ ഞാൻ കണ്ടു എന്നുള്ളത് സത്യമാണ്. അയാളെ തേടിയാ ഞാൻ അവിടെ പോയത്, അല്ലാതെ ഹാങ്ങർ 5-ൽ എന്ത് നടക്കുന്നു ഒളിച്ചു നോക്കാനല്ല. പനിഷ്മെന്റിന്റെ വേദനയൊന്നും എനിക്ക് പ്രശ്നമല്ല, പക്ഷെ ഞാൻ ചെയ്യാത്ത കുറ്റത്തിന്. എന്താ ശ്രദ്ധ ഇത്? ശ്രദ്ധ കരയരുത് പ്ലീസ്. കേടെല്ലാം വരുന്നുണ്ട്. ശ്രദ്ധ കരയുന്നവർ കണ്ട. ഓക്കെ, ശ്രദ്ധ ഹാങ് നമ്പർ 5 ഒളിഞ്ഞു നോക്കി. അത് ഈശ്വർ സാർ കണ്ടു. അതിനുള്ള പണിഷ്മെന്റ്. എന്തിനാ അങ്ങോട്ടൊക്കെ പോയത്? അതുകൊണ്ടല്ലേ? ഏയ് കാലേ ഭയങ്കര വേദന, മസിൽ പിടിച്ചു എന്നാ തോന്നുന്നേ. ഞാനേ ആ സ്വാമി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു. 80 ഓടിയുള്ളൂ, 20 ഓടിയില്ല. ചെയ്യാത്ത കുറ്റത്തിന്റെ ശിക്ഷയല്ലേ, അത്രയൊക്കെ മതിയെന്നേ. എന്റെ തോമാച്ച ഒന്ന് ഹെൽപ്പ് ചെയ്യടാ. ഇത് ഞാൻ ഒറ്റയ്ക്ക് മാനേജ് ചെയ്തോളാം. അല്ല, മാനേജ് ചെയ്തോളാം. സ്വന്തം അമ്മയ്ക്ക് സുഖമില്ല, അവന് ഇതുപോലെ ഉണ്ടാവില്ല. അമ്മയ്ക്ക് അച്ഛനുണ്ട്. ആ എടുക്കണോ? പോടാ സിംഗ്.